കുറച്ച് ഗ്രാമർ അറിയണം അല്ലേ? ഗ്രാമറിന് കേട്ടതോടെ പേടിച്ച് കൊടുക്കാത്ത വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ കുറച്ച് പേര് ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. പക്ഷേ യൂട്യൂബിൽ ഒത്തിരി ഇംഗ്ലീഷ് ക്ലാസ്സുകളുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം ചിന്തിച്ചു, ഇതിൻ്റോടൊപ്പം അതായത് ഇറ്റാലിയൻ പറയുന്നതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കൂടി പറയാം. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ അതുകൂടി പഠിച്ചെടുക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ തേർഡ് ലെസൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു ബി ഫോംസ് ആണ്. ടു ബി ഫോംസിന് ഇറ്റാലിയനിൽ il verbo essere എന്ന് പറയും. എന്താണ് പറയുന്നത്? il verbo essere. അപ്പോൾ ടു ബി ഫോംസിൽ ആദ്യത്തേത് io sono, I am, ഞാനാകുന്നു. io sono sorelsi, I am sister Elsie, ഞാൻ സിസ്റ്റർ എൽസി ആകുന്നു. അപ്പോൾ io sonoൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇനി ഇറ്റാലിയൻ പീപ്പിൾ സാധാരണഗതിയിൽ io എന്ന സബ്ജക്റ്റ് ഉപയോഗിക്കില്ല. മറിച്ച് അവരെന്താ ചെയ്യണത്? സോനോ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സോനോ ഫയാന, സോനോ അർച്ചു എന്നൊക്കെ പറയും. നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും സോനോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞാ? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് തുസൈ. തുസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ, നീ ആകുന്നു. തുസൈ ഷെൽഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ഷെൽഫി, നീ ഷെൽഫി ആകുന്നു. തുസൈ una maestra, യു ആർ എ ടീച്ചർ, നീ ഒരു ടീച്ചറാകുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഡിഫറൻസ്? io sono എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാകുന്നു, തുസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയാകുന്നു. Io sono David, tu sei Divina. Io sono Divina, tu sei Davide. അടുത്തത് lui è. lui è എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he is, അവനാകുന്നു. lui è un bambino, he is a boy, അവൻ ഒരു ആൺകുട്ടിയാകുന്നു. നെക്സ്റ്റ് വൺ lei è. lei എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ she is, അവൾ ആകുന്നു. lei è una bambina, she is a girl, അവൾ ഒരു പെൺകുട്ടിയാകുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായ? ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആൽഫബറ്റ്സ് പഠിച്ചപ്പം നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ടി എ ഇറ്റാലിയനിൽ എ എന്നാണ് ഉച്ചരിക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്ക് മുകളിൽ ഒരു ചിഹ്നം കണ്ട ഇങ്ങനെയുള്ള ആ ചിഹ്നം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചന്ദ്രക്കലയൊക്കെ ഇടുന്നതിന് തുല്യമുണ്ട്. ആ ചിഹ്നം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് നീട്ടി പറയരുത്, മറിച്ച് അവിടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണം. ഫോർ എക്സാമ്പിൾ യു എ, യു എ എന്ന് പറയുന്നത് യു എ, ലൈ എ, ഇങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ ഈ വെർബോ എസ്സറെ രണ്ട് പാർട്ടായിട്ട് പഠിപ്പിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, നമ്മൾ പുതിയ ഭാഷയാണ് പഠിക്കുന്നത്, കേൾക്കാത്ത വാക്കുകളാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ വെർബോ എസ്സറെ പകുതി പാർട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, പകുതി നെക്സ്റ്റ് ലെസണിൽ നോക്കാനാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഓർത്ത് നോക്കാം. ആദ്യം കണ്ടത് io sono, tu sei, lui è, lei è. ഇത്രയാണ് നമ്മൾ ഗ്രാമർ പാർട്ട് പഠിച്ചത്. നമ്മൾ കുറച്ച് ന്യൂ വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കണ്ട. ആദ്യം നമ്മൾ കണ്ടത് സോൺ അല്ലെങ്കിൽ സോറ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം സിസ്റ്റർ. നെക്സ്റ്റ് വേർഡ് മയസ്ത്ര. മയസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ. പിന്നെ വേറൊരു വേർഡ് നമ്മൾ കണ്ടു ബംബീനോ. ബംബീനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ്, ആൺകുട്ടി. ബംബീന, ഗേൾ, പെൺകുട്ടി. ഇത്രയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. കഴിഞ്ഞ ലെസൺസ് ഒന്നും കൂടി പഠിക്കാനായിട്ട് ഓർക്കണേ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, ബോൺ സ്റ്റുഡിയോ, ഗ്രാzie.